Good morning, students. Last class, heterodox reconstruction of trade theory, neoclassical theory, heterodox economists criticize ചെയ്തത് നമ്മൾ കണ്ടു. നിയോക്ലാസിക്കൽ തിയറിയുടെ യഥാർത്ഥത്തിലുള്ള പോരായ്മകളാണ് heterodox economists ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. So today we are going to discuss the heterodox theories of trade. രണ്ട് തിയറീസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് പോസ്റ്റ് കെയ്ൻഷ്യൻ തിയറിയും മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് തിയറിയും. സോ ടുഗദർ വി ക്യാൻ ഡിസ്കസ് പോസ്റ്റ് കെയ്ൻഷ്യൻ ഇൻസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് തിയറി ഓഫ് ട്രേഡ്. Post Keynesian and institutionalist trade theory provides a powerful alternative to the mainstream theory or to the neoclassical theory in accounting for the patterns and impacts of trade. ഇപ്പോൾ പോസ്റ്റ് കെയ്ൻഷ്യൻ ഇൻസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് ട്രേഡ് തിയറി യഥാർത്ഥത്തിൽ മെയിൻ സ്ട്രീം തിയറിക്ക് ഒരു ഓൾട്ടർനേറ്റീവായിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു heterodox theories, especially post Keynesian and institutionalist, the balance of payment could constrain growth and therefore automatic market forces cannot be relied on to achieve trade balances. അപ്പോൾ ഈ പോസ്റ്റ് കെയ്ൻഷ്യൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് ട്രേഡ് തിയറിയുടെ അഭിപ്രായത്തിൽ ട്രേഡ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ പ്രശ്നങ്ങളുണ്ടാകും. ചില രാജ്യങ്ങളുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഫേവറബിൾ ആകും, ചില രാജ്യങ്ങളുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അൺഫേവറബിൾ ആകും, നമുക്കറിയാം. സോ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കുഡ് കൺസ്ട്രെയിൻ ഗ്രോത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് യഥാർത്ഥത്തിൽ രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ വളർച്ചയിൽ ചില കൺസ്ട്രെയിൻസ് കൊണ്ടുവരുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് മാർക്കറ്റ് ഫോഴ്സസ് കനോട്ട് ബി റിലൈഡ് ഓൺ ടു അച്ചീവ് ട്രേഡ് ബാലൻസസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു മാർക്കറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് ട്രേഡ് ബാലൻസസ് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റുമെന്നും ഇവർ വിചാരിക്കുന്നില്ല. അപ്പോൾ പോസ്റ്റ് കെയ്ൻഷ്യനിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് ഇക്കണോമിക്സിൻ്റെ അഭിപ്രായത്തിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ലോകരാജ്യങ്ങൾ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും ഓട്ടോമാറ്റിക് മാർക്കറ്റ് ഫോഴ്സസ് അനുസരിച്ചുകൊണ്ട് പരിഹരിക്കാൻ പറ്റുകയുമില്ല എന്നുള്ളതാണ്. സോ കാൾട്ടർ ഹിയർ നോട്ട്സ് ദാറ്റ് അണ്ടർ മോർ റിയലിസ്റ്റിക് അസംഷൻസ് unrestricted trade is likely to lead to a loss of welfare to particular regions or countries. Yes. അപ്പോൾ അതുകൊണ്ട് കാൾട്ടർ ഇവിടെ വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്, അൺറെസ്ട്രിക്റ്റഡ് ട്രേഡ് ഒരു പക്ഷേ ചില പാർട്ടിസിപ്പേറ്റിംഗ് രാജ്യങ്ങളുടെ വെൽഫെയറിന് അല്ലെങ്കിൽ ലോസ് ഓഫ് വെൽഫെയറിന് കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഒരേ തരത്തിലല്ല അവിടെ ബെനിഫിറ്റ്സ് ഷെയർ ചെയ്യപ്പെടുന്നത്. നിയോ ക്ലാസിക്കൽ തിയറിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? അല്ലെങ്കിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും അവിടെ ഈക്വലായി തന്നെ ബെനിഫിറ്റ്സ് ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അബ്സൊല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിലും കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിലും എല്ലാം നമ്മൾ പഠിക്കുന്നത് അതുതന്നെയാണ്. അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾക്കെല്ലാം ബെനിഫിറ്റ്സ് കിട്ടുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾക്കെല്ലാം അവിടെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ബെനിഫിറ്റ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ പോസ്റ്റ് കെയ്ൻഷ്യൻ ഇക്കണോമിക്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്കണോമിക്സുകൾ അസ്യൂം ചെയ്യുന്നത് അതല്ല, അല്ലെങ്കിൽ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് അതല്ല. കാരണം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ച തോത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരേ വളർച്ചയാണോ? ഇല്ല. പ്രായോഗിക തലത്തിൽ നമ്മൾ ഇന്നത്തെ ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് നോക്കുകയാണെങ്കിൽ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ഒട്ടും സാമ്യമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ശ്രീലങ്കയുടെ അവസ്ഥ നിന്ന് അതുപോലെ ആകുമായിരുന്നില്ലല്ലോ. കാരണം ശ്രീലങ്കയും അന്താരാഷ്ട്ര വ്യാപാരം നടത്തുന്ന രാജ്യമാണ്. പക്ഷേ ശ്രീലങ്കയിൽ ഇപ്പോൾ നമുക്കറിയാം, സ്ഥിതിഗതികൾ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് കെയ്ൻഷ്യൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്കണോമിക്സിൻ്റെ അഭിപ്രായത്തിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ലോകരാജ്യങ്ങൾക്ക്
ബെനിഫിറ്റ്സ് ഇക്വിറ്റബിളായിട്ടല്ല ഷെയർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ കാര്യമായിട്ടുള്ള അൺഫേവറബിൾ ഇഫക്ട്സ് ഉണ്ടാവുകയും അത് പൂർണ്ണമായിട്ടും മാർക്കറ്റ് ഫോഴ്സ് അനുസരിച്ചുകൊണ്ട് പരിഹരിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ആദ്യം നമുക്ക് പോസ്റ്റ് കെയ്നീഷ്യൻ ഫ്രെയിംവർക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് ഫ്രെയിംവർക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഹിയർ ദി പോസ്റ്റ് കെയ്നീഷ്യൻ ഫ്രെയിംവർക്ക് emphasizes uncertainty, monetary production and impacts of trade on effective demand and cumulative growth. But for the institutionalists, their insights into trade, technological progress and economic development. അപ്പോൾ രണ്ട് കൂട്ടരും ഒരേ കൺക്ലൂഷനിലാണ് എത്തുന്നതെങ്കിൽ പോലും രണ്ട് രീതിയിലാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പോസ്റ്റ് കെയ്നീഷ്യൻ ഫ്രെയിംവർക്ക് എന്താണെന്ന് നോക്കാം. So, the trade, effective demand and cumulative export-led growth. That is the title of the post Keynesian theory. So, the post Keynesians includes those economists who have elaborated the work of John Maynard Keynes. And who are those post Keynesians? Which includes John Robinson, Michael Kalecki, Nicholas Calder and others, and they have actually provided many insights into the nature and patterns of international trade and as well as its macroeconomic and development implications. So they have contributed a lot to the theory of international trade and what are the macroeconomic and development implications of international trade. As we know, the neoclassical trade theory is a micro-based theory. So when we consider the neoclassical trade theories, all those theories are a micro-based theory and they presumes a sufficient aggregate demand and full employment that ignores the monetary nature and macroeconomic effects of trade. അപ്പോൾ നിയോക്ലാസിക്കൽ തിയറി ശരിക്കും ഒരു മൈക്രോ ബേസ്ഡ് തിയറിയാണ്. അത് അസ്യൂം ചെയ്തിട്ടുള്ളത് ഒരു സഫിഷ്യൻ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എക്കോണമിയിലുണ്ട്, എക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെൻ്റ് ഉണ്ട്. ആ ഒരു ഇക്കണോമിക് കണ്ടീഷൻസിൽ അന്താരാഷ്ട്ര വ്യാപാരവും അതിൻ്റെ ഇംപ്ലിക്കേഷൻസുമാണ് ന്യൂ ക്ലാസിക്കൽ ട്രേഡ് തിയറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിന് വിരുദ്ധമായി പോസ്റ്റ് കെയ്നീഷ്യൻ തിയറീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ പോസ്റ്റ് കെയ്നീഷ്യൻ ട്രേഡ് തിയറീസ് എംഫസൈസ് ദി ഇമ്പാക്ട്സ് ഓഫ് ട്രേഡ് ഓൺ ഇഫക്റ്റീവ് ഡിമാൻഡ്. ഇമ്പാക്റ്റ് ഓഫ് ട്രേഡ് ഓൺ ഇഫക്റ്റീവ് ഡിമാൻഡ്. വേറൊരു തിയറിയും ന്യൂ ക്ലാസിക്കൽ തിയറി ഒന്നും അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇഫക്റ്റീവ് ഡിമാൻഡിൽ എപ്രകാരമാണെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ആൻഡ് ദി പോസ്റ്റ് കെയ്നീഷ്യൻ ട്രേഡ് തിയറി ആക്ച്വലി ഹൈലൈറ്റ്സ് the monetary profit driven incentives to trade which could lead firms and countries to run persistent trade imbalances. നോക്കൂ, അത് and moreover here the post Keynesian trade theories actually highlight the monetary profit driven incentives to trade which could lead the firms and countries to run പെർസിസ്റ്റൻറ്റ് ട്രേഡ് ഇംബാലൻസസ്. അപ്പോൾ യഥാർത്ഥത്തിൽ പോസ്റ്റ് കെയ്നീഷ്യൻസ് അവരുടെ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ട്രേഡിൻ്റെ ഇമ്പാക്ട്സ് ഇഫക്റ്റീവ് ഡിമാൻഡിൽ എപ്രകാരമാണ് എന്ന് മാത്രമല്ല, മറിച്ച് എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ അവിടെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ പങ്കെടുക്കുന്നു. നമുക്കറിയാം, ഒരു മോണിറ്ററി പ്രോഫിറ്റ് ഡ്രൈവിൻ എക്കോണമി തന്നെയാണ് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ പങ്കെടുക്കാൻ ലോകരാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിദേശങ്ങളിൽ വിറ്റഴിച്ച് അധികമായി ലാഭം കൊയ്യാം എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ പങ്കെടുക്കാനായിട്ട് ലോകരാജ്യങ്ങൾക്ക് ഇൻസെൻറ്റീവായിട്ട് നിൽക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ പങ്കെടുക്കുന്ന ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കും പ്രോഫിറ്റാണ് കിട്ടുന്നത് അല്ല. ആൻഡ് ദാറ്റ് മേ ലീഡ് firms and countries to run persistent trade imbalances. അങ്ങനെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ട്രേഡ് നടത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും ട്രേഡ് ബാലൻസ് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ ഒരു മോണിറ്ററി പ്രോഫിറ്റ് ഡ്രൈവൺ എക്കോണമിയിൽ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ചില രാജ്യങ്ങളുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മാത്രമേ അവിടെ ഫേവറബിൾ ആകുന്നുള്ളൂ.
ബാക്കി ബഹുഭൂരിപക്ഷം രാജ്യങ്ങളുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അവിടെ അൺഫേവറബിൾ ആണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ പോസ്റ്റ് കെയ്നീഷ്യൻസ് യഥാർത്ഥത്തിൽ അവരുടെ ട്രേഡ് തിയറി വളരെ പ്രാഗ്മാറ്റിക് അപ്രോച്ചിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്നത്തെ ലോകത്തിൻ്റെ സാധ്യതകൾ, ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ട്രേഡ് തിയറിയാണ് പോസ്റ്റ് കെയ്നീഷ്യൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മോണിറ്ററി പ്രോഫിറ്റ് ഡ്രൈവൺ എക്കോണമിയിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ലോകരാജ്യങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ അവയെല്ലാം ട്രേഡ് ഇംബാലൻസസിലാണ് ചെന്ന് അവസാനിക്കുന്നത് എന്നുള്ളതാണ്. സോ ട്രേഡ് ഡെഫിസിറ്റ്സ്, ട്രേഡ് ഇംബാലൻസ് എന്ന് പറയുമ്പോൾ ട്രേഡ് ഡെഫിസിറ്റ്സ് ആണ്. സോ ട്രേഡ് ഡെഫിസിറ്റ്സ് കുഡ് ലീഡ് ടു എ ഡ്രെയിൻ ഓൺ ഇഫക്റ്റീവ് ഡിമാൻഡ് ആൻഡ് ഹെൻസ് സ്ലോ ഡൗൺ ഇക്കണോമിക് ഗ്രോത്ത്. സോ യൂഷ്വലി നോ ദാറ്റ് ട്രേഡ് ഡെഫിസിറ്റ്സ് എക്കോണമിയിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇഫക്റ്റീവ് ഡിമാൻഡിനെ കുറയ്ക്കും, അതോടൊപ്പം തന്നെ ഇക്കണോമിക് ഗ്രോത്തിനെ സ്ലോ ഡൗൺ ചെയ്യും. അതുമാത്രമല്ല, ട്രേഡ് ഡെഫിസിറ്റ്സ് അധികമായിട്ട് എക്കോണമിയിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ അധികമായിട്ട് ഔട്ട്ഫ്ലോ ചെയ്യും. സോ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസ് and the resultant reduction in labor productivity and real wages could again lead to a reduction in wage-led consumption. Domestic investment may also fall as a result. അപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് അവിടെ എക്കോണമി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അധികമായിട്ട് നമ്മൾ അധികമായിട്ട് ഇമ്പോർട്ടിന് വേണ്ടി പൈസ മുടക്കുന്നു, എക്സ്പോർട്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ചും ഇങ്ങോട്ട് കിട്ടുന്ന ഫോറിൻ എക്സ്ചേഞ്ചും തമ്മിലുള്ള ഒരു തുല്യത കുറവ് തന്നെയാണ് ട്രേഡ് ഇംബാലൻസിന് കാരണമാകുന്നത്. ഇത് രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ഒരു ക്യാപിറ്റൽ ഔട്ട്ഫ്ലോസിന് കാരണമാകും. ക്യാപിറ്റൽ അധികമായിട്ട് രാജ്യത്തിന് വെളിയിലേക്ക് പോകുന്നത് കാണാം, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് രാജ്യത്തിന് വെളിയിലേക്ക് അധികമായി പോകുന്നത് കാണാം. ഇത് യഥാർത്ഥത്തിൽ ലേബർ പ്രൊഡക്ടിവിറ്റിയെ കുറയ്ക്കുകയും റിയൽ വേജസിനെ കുറയ്ക്കുകയും അതനുസരിച്ച് വേജ് ലെഡ് കൺസംഷനെ കുറയ്ക്കുകയും ചെയ്യും. കാരണം റിയൽ വേജസ് അവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ വേജ് ലെഡ് കൺസംഷൻ അവിടെ കുറയുമല്ലോ. അതായത് വേജസ് മൂലം ഉണ്ടാകുന്ന കൺസംഷൻ്റെ അളവ് അവിടെ കുറയും. കാരണം വേജസ് അവിടെ തൊഴിലാളികൾക്ക് വളരെ കുറച്ചാണ് കിട്ടുന്നതെങ്കിൽ അവർ കൺസംഷൻ അവിടെ കുറയ്ക്കും. അങ്ങനെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കുറയും. കാരണം വേജ് ലെഡ് കൺസംഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അഗ്രേ ഡിമാൻഡ് അവിടെ കുറയും, അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കുറയും അല്ലേ. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോണമിയിൽ അവിടെ കുറയും. അപ്പോൾ ട്രേഡ് ഡെഫിസിറ്റ് എക്കോണമിയിൽ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ഇമ്പാക്റ്റ് എക്കോണമിയിൽ എന്താ ഉണ്ടാകുന്നത്? എക്കോണമിയിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കുറയും, അഗ്രേ ഡിമാൻഡ് എക്കോണമിയിൽ അവിടെ കുറയും. ഇൻ ഷോർട്ട്, from a post-Keynesian perspective, international trade must be cast into a monetary production framework where uncertainty, money, effective demand and income adjustment matter. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചുരുക്കത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, മോണിറ്ററി കെയ്നീഷ്യൻ പെർസ്പെക്റ്റീവ് നമുക്ക് പറയാൻ സാധിക്കും, ഇൻ്റർനാഷണൽ ട്രേഡ് യഥാർത്ഥത്തിൽ can be cast or can be explained into a monetary production framework. ഒരു മോണിറ്ററി പ്രൊഡക്ഷൻ ഫ്രെയിംവർക്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ ട്രേഡിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. എന്താണ്? അവിടെ അൺസർട്ടനിറ്റി ഉണ്ട്, അവിടെ ഇഫക്റ്റീവ് ഡിമാൻഡിൽ അൺസർട്ടനിറ്റി ഉണ്ട്, ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ ഇവയെല്ലാമാണ് അവിടെ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് കെയ്നീഷ്യൻ പെർസ്പെക്റ്റീവിൽ ഒരു മോണിറ്ററി പ്രൊഡക്ഷൻ ഫ്രെയിംവർക്കിൽ ഇൻ്റർനാഷണൽ ട്രേഡിനെ നമുക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പോസ്റ്റ് കെയ്നീഷ്യൻസ് ഉദ്ദേശിക്കുന്നത് ആ മോണിറ്ററി പ്രോഫിറ്റ് ഡ്രൈവൺ എക്കോണമിയിൽ ഉണ്ടാകാൻ പോകുന്ന അൺസർട്ടനിറ്റിയും മണി ഫ്ലോസിലുണ്ടാകുന്ന വ്യത്യാസവും ഇഫക്റ്റീവ് ഡിമാൻഡിലുള്ള വ്യത്യാസവും തുടർന്നുണ്ടാകുന്ന ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റ്സും തന്നെയാണ്. സോ ഇൻ എ മോണിറ്ററി പ്രൊഡക്ഷൻ എക്കോണമി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ എ മോണിറ്ററി പ്രൊഡക്ഷൻ എക്കോണമി വെയർ മോണിറ്ററി പ്രോഫിറ്റ്സ് മോട്ടിവേറ്റ് ഫേംസ് ടു പ്രൊഡ്യൂസ് ആൻഡ് ട്രേഡ്, ദർ ഈസ് നോ ഗ്യാരണ്ടി ദാറ്റ് എക്സ്പോർട്ട്സ് റവന്യൂസ് വിൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇമ്പോർട്ട് പർച്ചേസസ്. അപ്പോൾ ഒരു മോണിറ്ററി പ്രൊഡക്ഷൻ എക്കോണമിയിൽ ഫേംസ് മോണിറ്ററി പ്രോഫിറ്റ്സിന് വേണ്ടി അധികമായി പ്രൊഡ്യൂസ് ചെയ്യുകയും കച്ചവടം നടത്തുകയും ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയും ഇല്ല എക്സ്പോർട്ട് റവന്യൂ പൂർണ്ണമായിട്ടും ഇമ്പോർട്ട് പർച്ചേസിന് വേണ്ടി ചിലവാക്കുന്നുള്ളത്. അതായത് ലോകരാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരത്തിൽ ഏർപ്പെടുമ്പോൾ രാജ്യങ്ങൾക്ക് ഒരു കാരണവശാലും ഉറപ്പ് നൽകാൻ സാധിക്കില്ല എക്സ്പോർട്ട് സർപ്ലസ് മുഴുവനായിട്ടും ഇമ്പോർട്ട് പർച്ചേസിന് വേണ്ടി ചിലവാക്കുന്നുള്ളത്. അതായത് നല്ലൊരു ശതമാനം എക്സ്പോർട്ട് സർപ്ലസും അവിടെ സേവ് ചെയ്യപ്പെടും അല്ലേ. സം മേ ബി സേവ്ഡ് ആൻഡ് സേവിങ് ഇസ് എ മെക്കാനിസം വിച്ച് ക്രിയേറ്റ്സ് ദ പോസിബിലിറ്റി ഓഫ് പെർസിസ്റ്റൻ്റ്ലി അൺബാലൻസ്ഡ് ട്രേഡ്. അപ്പോൾ നല്ലൊരു ശതമാനം എക്സ്പോർട്ട് സർപ്ലസും അവിടെ ഇമ്പോർട്ട് പർച്ചേസിലേക്ക് പോകാൻ സാധ്യതയില്ല. നല്ലൊരു ശതമാനം എക്സ്പോർട്ട് സർപ്ലസും അവിടെ സേവ് ചെയ്ത് വെക്കാനാണ് സാധ്യത. അങ്ങനെ സേവ് ചെയ്ത് വെക്കുമ്പോൾ പോലും എന്താ ഉണ്ടാവുക? അവിടെ അൺബാലൻസ്ഡ് ട്രേഡ് ഉണ്ടാകുന്നു.
അല്ലേ, അൺബാലൻസ്ഡ് ട്രേഡ് ഉണ്ടാകുന്നു. കാരണം ഇപ്പോൾ 100 കോടി രൂപയുടെ എക്സ്പോർട്ട് സർപ്ലസ് നമുക്ക് കിട്ടി. ആ 100 കോടി രൂപയും നമ്മൾ ഇമ്പോർട്ട് പർച്ചേസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. സം പാർട്ട് ഓഫ് എക്സ്പോർട്ട് സർപ്ലസ് മേ ബി സേവ്ഡ്. ചില ഇപ്പോൾ കമ്പനി ഫേംസിൻ്റെ കാര്യം എടുത്താലും ഇൻഡസ്ട്രീസിൻ്റെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ബാലൻസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാലൻസ് അതുകൊണ്ട് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ എക്സ്പോർട്ട് സർപ്ലസ് രാജ്യത്തിന് എത്ര കിട്ടിയാലും അത് ഗുണകരമാണ്. ആ രാജ്യങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ട് നടത്താൻ വേണ്ടി എക്സ്പോർട്ട് സർപ്ലസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ റിസോഴ്സിൻ്റെ ക്ഷാമം രാജ്യങ്ങൾക്ക് ഉണ്ടാകില്ല. പക്ഷേ കിട്ടുന്ന എക്സ്പോർട്ട് സർപ്ലസ് പൂർണ്ണമായിട്ടും അവിടെ ഇമ്പോർട്ട്സിന് വേണ്ടി ചിലവാക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് രാജ്യങ്ങൾ ഇമ്പോർട്ട് നടത്തുന്നില്ല എന്നുള്ളതല്ല, ഇമ്പോർട്ട് അവിടെ നടത്തും. പക്ഷേ അത് എന്തിലേക്ക് നയിക്കും? ട്രേഡ് ഇംബാലൻസിലേക്ക് നയിക്കും, ട്രേഡ് ഡെഫിസിറ്റിലേക്ക് നയിക്കും എന്നുള്ളതാണ്. സോ ഇൻ അഡീഷൻ, ഇൻ എ മോണിറ്ററി പ്രൊഡക്ഷൻ എക്കോണമി വെയർ ഇഫക്റ്റീവ് ഡിമാൻഡ് കുഡ് ഫാൾ ഷോർട്ട് ഓഫ് സപ്ലൈ, ട്രേഡ് ഇംബാലൻസസ് മേ ട്രിഗർ ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റ് വിച്ച് കുഡ് ഇൻ ടേൺ ലീഡ് ടു കുമുലേറ്റീവ് ഔട്ട്കംസ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതുകൂടാതെ മോണിറ്ററി പ്രൊഡക്ഷൻ എക്കോണമിയിൽ ഇഫക്റ്റീവ് ഡിമാൻഡ് സപ്ലൈയേക്കാൾ താഴെ പോവുകയാണെങ്കിൽ ട്രേഡ് ഇംബാലൻസസ് വീണ്ടും ട്രിഗർ ചെയ്യും. അത് ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റിനെ ബാധിക്കും. അത് കുമുലേറ്റീവ് ആയിട്ടുള്ള ഔട്ട്കമ്മിലേക്ക് നയിക്കും. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. സോ വിത്ത് ക്യാപിറ്റൽ മൊബിലിറ്റി, എക്സ്ചേഞ്ച് റേറ്റ്സ് ആർ ലാർജ്ലി ഡിറ്റർമിൻഡ് ബൈ ക്യാപിറ്റൽ ഫ്ലോസ് ആൻഡ് ദാറ്റ് അഫക്ട്സ് ട്രേഡ് ഫ്ലോസ് ഇൻ ദി കണ്ടംപററി റിയൽ വേൾഡ് എക്കോണമി. ഇനി മറ്റൊരർത്ഥത്തിൽ ഈ ക്യാപിറ്റൽ മൊബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കട്ടെ. അതായത് അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ ഭാഗമായി സാധനങ്ങളും സേവനങ്ങളും മാത്രമല്ല, മറിച്ച് ക്യാപിറ്റൽ കൂടിയും അവിടെ മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്യാപിറ്റൽ ഫ്ലോസ് ആണ് എക്സ്ചേഞ്ച് റേറ്റിന് നിർണ്ണയിക്കപ്പെടുന്നത്. കാരണം ലോകരാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടത്തുമ്പോൾ അവിടെ ഫോറിൻ എക്സ്ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അവിടെ ട്രേഡ് നടത്തുക. അപ്പോൾ അങ്ങനെ എക്സ്ചേഞ്ച് റേറ്റ് അവിടെ ഫിക്സ് ചെയ്യപ്പെടുന്നത് ഈ ക്യാപിറ്റൽ ഫ്ലോസ് വഴിയാണ്. അവിടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും കയറ്റുമതിയും ഇറക്കുമതിയും മാത്രമല്ല, ഈ ക്യാപിറ്റൽ മൂവ്മെൻറ്റ് ലോകരാജ്യങ്ങളുമായി നടക്കുന്നുണ്ട് എന്നുള്ളതും ഈ എക്സ്ചേഞ്ച് റേറ്റിനെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ അതുകൊണ്ട് വിച്ച് അഫക്ട്സ് ട്രേഡ് ഫോഴ്സ്, അങ്ങനെ എക്സ്ചേഞ്ച് റേറ്റ് അങ്ങനെ ക്യാപിറ്റൽ ഫോഴ്സ് വഴി ഫിക്സ് ചെയ്യപ്പെടുമ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റും ട്രേഡിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടെ പോസ്റ്റ് കണ്ടീഷൻസ് പറയുന്ന കാര്യം ഇതാണ്: ട്രേഡ് മാത്രമല്ല യഥാർത്ഥത്തിൽ എക്സ്ചേഞ്ച് റേറ്റിനെ നിർണ്ണയിക്കുന്നത്, ക്യാപിറ്റൽ ഫ്ലോസും എക്സ്ചേഞ്ച് റേറ്റിനെ നിർണ്ണയിക്കുന്നുണ്ട്. അങ്ങനെ നിർണ്ണയിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ട്രേഡിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നോക്കൂ, വിത്തൗട്ട് എക്സ്ചേഞ്ച് റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് ദ ഡിഫറൻഷ്യൽസ് ഇൻ റിയൽ വേജസ് ആൻഡ് ടെക്നോളജീസ് അക്രോസ് നേഷൻസ് ദാറ്റ് ഡിറ്റർമിൻ ദെയർ ഇൻ്റർനാഷണൽ കോമ്പറ്റീറ്റീവ്നെസ്. ഇനി എക്സ്ചേഞ്ച് റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ കണക്കിലെടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. എക്സ്ചേഞ്ച് റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എക്കോണമിയിൽ സാധ്യമല്ല, അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങളുടെ ഇൻ്റർനാഷണൽ കോമ്പറ്റീറ്റീവ്സിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത് റിയൽ വേജസിലുണ്ടാകുന്ന വ്യത്യാസവും ടെക്നോളജിയിലുണ്ടാകുന്ന വ്യത്യാസവുമാണ്. ഇപ്പോൾ റിയൽ വേജസിലുണ്ടാകുന്ന വ്യത്യാസവും സാങ്കേതികവിദ്യയിലുണ്ടാകുന്ന വ്യത്യാസം തന്നെയാണ് ലോകരാജ്യങ്ങളെ അവർ ഇൻ്റർനാഷണലി കോമ്പറ്റീറ്റീവ് ആക്കുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല എങ്കിൽ. ഇപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാകുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ഉദാഹരണം പറയാം. നോക്കൂ, ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള കറൻസി ഉള്ള രാജ്യമാണ് USA അല്ലെങ്കിൽ അമേരിക്ക, നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് US ഡോളർ ഒരു ഇൻ്റർനാഷണൽ കറൻസി ആയിട്ട് ലോകരാജ്യങ്ങൾ അന്താരാഷ്ട്ര വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കറൻസിക്ക്, ആ എക്സ്ചേഞ്ച് റേറ്റിന്, ആ കറൻസിക്ക് ഫോറിൻ എക്സ്ചേഞ്ചിന് അതിൻ്റേതായിട്ടൊരു സ്ട്രെങ്ത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ രാജ്യത്തെ സംബന്ധിച്ച് ഒരു ഇൻ്റർനാഷണൽ കറൻസിയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നതിനാൽ തന്നെ അവർക്ക് ലോകരാജ്യങ്ങളുടെ ഇടയിൽ തന്നെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകും. എന്നാൽ അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ സ്ട്രെങ്ത്ത് അവിടെ മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് സാധ്യത അവിടെ മാറ്റിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ റിയൽ വേജസിനുണ്ടാകുന്ന വ്യത്യാസവും ടെക്നോളജിക്കൽ
നോഹൗവിലുണ്ടാകുന്ന വ്യത്യാസം തന്നെയായിരിക്കും ആ രാജ്യത്തിൻ്റെ ഇൻ്റർനാഷണൽ കോമ്പറ്റീറ്റീവ്സിനെ ബാധിക്കുക, നിർണ്ണയിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കണക്കിലെടുക്കുന്നില്ല എങ്കിൽ ലോകരാജ്യങ്ങളുടെ അന്താരാഷ്ട്ര മത്സരക്ഷമതയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട 2 ഘടകങ്ങളിൽ ഒന്ന് റിയൽ വേജസിലുണ്ടാകുന്ന വ്യത്യാസം, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുണ്ടാകുന്ന വ്യത്യാസം, ടെക്നോളജിയിലുണ്ടാകുന്ന വ്യത്യാസം തന്നെയാണ്. സോ ഇൻ ദിസ് കേസ് ദ കോമ്പറ്റീറ്റീവ് ഓർ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഗവേൺസ് ദ പാറ്റേൺസ് ഓഫ് ട്രേഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ലോകരാജ്യങ്ങളുടെയും കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും ആ രാജ്യത്തിൻ്റെ ട്രേഡിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. സോ അൺലെസ് countries can reduce real wage cost of production or improve production technology, they will lose out in trade. എക്സാക്ട്ലി. അപ്പോൾ റിയൽ വേജസ് അവർ കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ, പ്രൊഡക്ഷൻ കോസ്റ്റ് അവർ കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ, പ്രൊഡക്ഷൻ ടെക്നോളജി അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ അവർക്ക് നഷ്ടം സംഭവിക്കും എന്നുള്ളതാണ്. ദ presumed പ്രൈസ് ഓർ എക്സ്ചേഞ്ച് റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വിൽ നോട്ട് വർക്ക് ടു റിഡ്രസ് ട്രേഡ് ഇംബാലൻസസ് ആസ് എക്സ്ചേഞ്ച് റേറ്റ് ആർ നോട്ട് എൻറ്റയർലി ഡിറ്റർമിൻഡ് ബൈ ട്രേഡ് ഫ്ലോസ്. അപ്പോൾ നോക്കൂ, ഇനി യഥാർത്ഥത്തിൽ എക്സ്ചേഞ്ച് റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സാധ്യമാക്കിക്കൊണ്ട് ലോകരാജ്യങ്ങളുടെ ട്രേഡ് ഇംബാലൻസസ് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ പോലും അവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. കാരണം എന്താണ്? ഇവിടെ പ്രൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ട്രേഡ് ഇംബാലൻസസ് പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? എക്സ്ചേഞ്ച് റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ട്രേഡ് ഫ്ലോസ് അനുസരിച്ചുകൊണ്ട് മാത്രമല്ല, ക്യാപിറ്റൽ ഫ്ലോസ് അനുസരിച്ചുകൊണ്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് അവിടെ നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് എക്സ്ചേഞ്ച് റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ബാലൻസസ് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് ശരിയല്ല എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ശ്രീലങ്കയിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടിവ് ഉണ്ടായപ്പോൾ അവിടെ ഫോറിൻ എക്സ്ചേഞ്ച് ശക്തമാക്കാൻ വേണ്ടി കറൻസി ഡിവാലുവേറ്റ് ചെയ്തു, അല്ലേ? നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. കറൻസി ഡിവാലുവേഷൻ നടത്തി. അതിനെ തുടർന്നാണ് ശ്രീലങ്കയിൽ വലിയ തോതിലുള്ള ഇൻഫ്ലേഷനിലേക്കൊക്കെ പോയത്. അപ്പോൾ കറൻസി ഡിവാലുവേഷൻ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് അവിടെ ശക്തപ്പെട്ടില്ല, എക്സ്പോർട്ടൊന്നും അധികമായിട്ട് കൂടുകയില്ല. സ്വാഭാവികമായിട്ടും അവിടെ വിലക്കയറ്റം ഉണ്ടായി. അങ്ങനെ സാമ്പത്തികാവസ്ഥ തകിടം മറിയാനുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ പൂർണ്ണമായിട്ടും നിർണ്ണയിക്കുന്നത് ട്രേഡ് ഫ്ലോസ് അനുസരിച്ചല്ല, മറിച്ച് ക്യാപിറ്റൽ ഫ്ലോസ് അനുസരിച്ചുകൊണ്ടും കൂടി തന്നെയാണ്. അതുകൊണ്ട് ട്രേഡ് ഫ്ലോസ് അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അനുസരിച്ചുകൊണ്ട് ട്രേഡ് ബാലൻസസ് പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു മിഥ്യാധാരണ തന്നെയാണ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെടാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ വിത്തൗട്ട് ഫുൾ എംപ്ലോയ്മെൻറ്റ് ആൻഡ് എ ഫിക്സഡ് ലെവൽ ഓഫ് ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റ് കുഡ് ബി ദ മെക്കാനിസം ദാറ്റ് റിഡ്രസ് ട്രേഡ് ഇംബാലൻസസ്. പിന്നെ മറ്റൊരു പോംവഴി, ഇപ്പോൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഫിക്സഡ് ലെവൽ ഓഫ് ഇൻകം ലോകരാജ്യങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ട്രേഡ് ഇംബാലൻസസ് പൂർണ്ണമായിട്ടും പരിഹരിക്കാനുള്ള മറ്റൊരു പോംവഴി എന്ന് പറയുന്നത് ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റാണ്. ലോകരാജ്യങ്ങളുടെ ഇൻകം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് ഇംബാലൻസസ് പരിഹരിക്കാൻ പറ്റും. നമ്മൾ ഇത് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് വരാം. സോ ദാറ്റ് ഈസ് വിത്ത് അൺഎംപ്ലോയ്മെൻറ്റ് അലൗഡ് ടു എക്സിസ്റ്റ് ഇൻ ദ മോഡൽ, the effect of the initial trade imbalances is not to bring about price changes but changes in income and real interest rates. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് കെയ്നീഷ്യൻസ് അവരുടെ മോഡലിൽ ബോധപൂർവമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ട്രേഡ് ഇംബാലൻസസ് പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടി പ്രൈസിൽ മാറ്റം വരുത്താതെ ബോധപൂർവമായിട്ട് ഇൻകത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടും റിയൽ ഇൻട്രസ്റ്റിൽ മാറ്റം വരുത്തിക്കൊണ്ടുമാണ് ട്രേഡ് ബാലൻസ് കൊണ്ടുവരുന്നത്. ദ ഇഫക്റ്റ് ഓഫ് ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റ് ക്യാൻ ബി ഫർദർ ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കൺസ്ട്രെയിൻറ്റ് ഗ്രോത്ത് മോഡൽ. ഇതാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് കെയ്നീഷ്യൻസ് ആർഗ്യൂ ചെയ്യുന്നത് ഏതെങ്കിലും രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട ട്രേഡ് ഇംബാലൻസ്ഡ് ആണ് എങ്കിൽ അവിടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റം വരുത്തിക്കൊണ്ടോ പ്രൈസിൽ മാറ്റം വരുത്തിക്കൊണ്ടോ അല്ല അവിടെ ട്രേഡ് ബാലൻസിലേക്ക് കൊണ്ടുവരുന്നത്, മറിച്ച് ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടാണ്. ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ട്രേഡാണോ ഇംബാലൻസ്ഡ് ആയിട്ടുള്ളത് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിൻ്റെ വളർച്ചാ തോതിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടാണ് അവിടെ രാജ്യങ്ങൾക്ക്
ട്രേഡ് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം ആ രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അന്താരാഷ്ട്ര വിപണിയിലെ മാർക്കറ്റ് അനുസരിച്ചുകൊണ്ടും അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് അനുസരിച്ചുകൊണ്ടും സാങ്കേതികവിദ്യ മികവ് അനുസരിച്ചുകൊണ്ടുമെല്ലാം ആ രാജ്യങ്ങളെ സംബന്ധിച്ച് ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റാണ് ട്രേഡ് ബാലൻസിലേക്ക് എത്തുവാനുള്ള ഏറ്റവും നല്ല പോംവഴി. സോ ഇങ്ങനെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കൺസ്ട്രെയിൻറ്റ് ഗ്രോത്ത് മോഡലിൽ വളരെ വ്യക്തമായി പോസ്റ്റ് കെയ്നീഷ്യൻസ് എങ്ങനെ ഇൻകം അഡ്ജസ്റ്റ്മെൻറ്റ് വഴി ലോകരാജ്യങ്ങൾക്ക് ട്രേഡ് ബാലൻസിലേക്ക് എത്താമെന്ന് പറയുന്നുണ്ട്. ദിസ് മോഡൽ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ പോസ്റ്റ് കെയ്നീഷ്യൻസ് in that it goes far beyond comparative advantage theory and connects the effects of trade with aggregate demand and economic growth at the macro level. So that is the significance of this post-Keynesian model. And the seminal paper by Thirlwall presents the balance of payment constraint growth model, which connects trade balances with the aggregate demand and growth rates. അപ്പോൾ പോസ്റ്റ് കെയ്നീഷ്യൻ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള AP തേർവാളിൻ്റെ ഒരു സെമിനൽ പേപ്പറിലാണ് അദ്ദേഹം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കൺസ്ട്രെയിൻറ്റ് ഗ്രോത്ത് മോഡൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ അതിൽ അദ്ദേഹം ട്രേഡ് ബാലൻസസ് അഗ്രിഗേറ്റ് ഡിമാൻഡും ഗ്രോത്ത് റേറ്റുമായിട്ട് കണക്ട് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ട്രേഡ് ബാലൻസസ് വിത്ത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഗ്രോത്ത് റേറ്റ്സ് അല്ലേ. അപ്പോൾ ട്രേഡ് ബാലൻസും അഗ്രിഗേറ്റ് ഡിമാൻഡും ഗ്രോത്ത് റേറ്റും തമ്മിൽ ഒരു ബന്ധം അദ്ദേഹം സ്ഥാപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. സോ ഇൻ ദിസ് മോഡൽ the growth of exports and imports is determined by the growth of world income and domestic income respectively. See, the growth of exports is determined by the growth of world income and the growth of imports is determined by growth of domestic income and as well as the rate of change of relative prices. ഇതൊക്കെ നമ്മൾ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്സ് എന്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്ത് റേറ്റ് ഓഫ് എക്സ്പോർട്സ് ഗ്രോത്ത് റേറ്റ് ഓഫ് വേൾഡ് ഇൻകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്ത് ഓഫ് ഇമ്പോർട്ട്സ് ആ രാജ്യത്തിൻ്റെ ഗ്രോത്ത് ഓഫ് ഡൊമസ്റ്റിക് ഇൻകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ആൻഡ് നോട്ട് ഓൺലി ദ ഗ്രോത്ത് ഓഫ് വേൾഡ് ഇൻകം ആൻഡ് ഗ്രോത്ത് ഓഫ് ഡൊമസ്റ്റിക് ഇൻകം ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ഓഫ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ബട്ട് ഓൾസോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റിലേറ്റീവ് പ്രൈസസ്. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ റിലേറ്റീവ് പ്രൈസസും ആ രാജ്യത്തിൻ്റെ എക്സ്പോർട്സിനെയും ഇമ്പോർട്ട്സിനെയും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ തേൽവാളിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ മോഡലിൽ അദ്ദേഹം പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഗ്രോത്ത് ഓഫ് എക്സ്പോർട്സും ഗ്രോത്ത് ഓഫ് ഇമ്പോർട്ട്സും ഗ്രോത്ത് ഓഫ് വേൾഡ് ഇൻകം അനുസരിച്ചുകൊണ്ടും ഗ്രോത്ത് ഓഫ് ഡൊമസ്റ്റിക് ഇൻകം അനുസരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേറ്റ് പ്രൈസസും അനുസരിച്ചുകൊണ്ടാണ്. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദീസ് ഇൻ ടു ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വേഷൻ എക്സ്പ്രസ്ഡ് ഇൻ ഗ്രോത്ത് റേറ്റ്സ് വിച്ച് ഈൽഡ്സ് ദ ഗ്രോത്ത് ഓഫ് ഡൊമസ്റ്റിക് ഇൻകം ആസ് എ ഫങ്ഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് വേൾഡ് ഇൻകം, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേറ്റ് പ്രൈസസ് ആൻഡ് ഗ്രോത്ത് ഓഫ് നെറ്റ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ ഫ്ലോസ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വേഷൻ നമുക്ക് ഇപ്രകാരം എഴുതാം. അതായത് ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ഇൻകത്തിലുണ്ടാകുന്ന വളർച്ച എന്തിനെയൊക്കെ ആശ്രയിച്ചാണ് ഉണ്ടാവുക? ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ഇൻകത്തിലുണ്ടാകുന്ന വളർച്ച ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗ്രോത്ത് ഓഫ് ഡൊമസ്റ്റിക് ഇൻകം ഡിപ്പെൻഡ്സ് അപ്പോൺ ഗ്രോത്ത് ഓഫ് വേൾഡ് ഇൻകം, the rate of changes of relative prices and the growth of net international capital flows. And given that the relative prices play a negligible role, ഇനിയിപ്പോൾ റിലേറ്റീവ് പ്രൈസസ് വളരെ നെഗ്ലിജിബിൾ റോളാണ് പ്ലേ ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്താൽ പോലും we can derive that the growth rate of domestic income consistent with the balance of payment equilibrium is determined by world income growth multiplied by the ratio of income elasticities of export and import. അപ്പോൾ റിലേറ്റീവ് പ്രൈസസ് വളരെ നെഗ്ലിജിബിൾ റോളാണ് എന്ന് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോത്ത് റേറ്റ് ഓഫ് ഇൻകം എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? വേൾഡ് ഇൻകം ഗ്രോത്തിനെയും അതോടൊപ്പം തന്നെ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്സിനെയും ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട്സിനെയും അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാക്കുകയാണ്
AP തെൽവാൾ, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് നിർണ്ണയിക്കപ്പെടുന്നതിൽ ലോകത്തിൻ്റെ വേൾഡ് ഇൻകം ഗ്രോ എത്രമാത്രം ചെയ്യുന്നു, ഈ കൺസേൺഡ് ആയിട്ടുള്ള രാജ്യം എക്സ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റീസിൻ്റെ ഇൻകം ലാസ്റ്റ് ഡിമാൻഡും ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുവിൻ്റെ ഇൻകം ലാസ്റ്റ് ഡിമാൻഡും അനുസരിച്ച് തന്നെയാണ് എന്നുള്ളതാണ്. നോക്കാം. സോ ഇൻ മാത്തമാറ്റിക്കൽ ഫോം ദ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് y ഈസ് ഈക്വൽ ടു എപ്സിലോൺ, ദാറ്റ് ഈസ് എപ്സിലോൺ y star divided by pi. So where y is domestic income growth and y star is world income growth, and epsilon e and pi are income elasticities of export and import, and here e or epsilon is the income elasticity of export and pi is income elasticity of import. So with this equation it is understood that both epsilon and y star is directly related to or have a direct relation with the domestic income. അപ്പോൾ എക്സ്പോർട്ട് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുമ്പോഴും വേൾഡ് ഇൻകം ഗ്രോ ചെയ്യുമ്പോഴും ഡൊമസ്റ്റിക് ഇൻകം ഇൻക്രീസ് ചെയ്യും. മറിച്ച് ഇമ്പോർട്ട് ഗ്രോത്താണ് അധികം ഇൻക്രീസ് ചെയ്യുന്നതെങ്കിലോ ഡൊമസ്റ്റിക് ഇൻകം അവിടെ കുറയും. സോ എക്സ്പോർട്സ് പ്ലേ ആൻ ഇൻഡിപെൻഡൻറ്റ് റോൾ in determining output and employment, that is the export-led growth. So the post-Keynesian here concludes that for an economy to lead in the monetary profit-driven economy, they have to maintain a trade balance. How the nation could maintain a trade balance? So there are a number of factors which affects the countries to maintain the trade balance. So some of the crucial determinants which affect trade balance is the income elasticity of demand for export and import. The income elasticity of demand for export and import, and also the growth of world and income and the growth of world income. So these three crucial determinants affect the growth rate of the participating countries in international trade. So we know that the north-south divide between world nations. So the northern regions who concentrated in the production of manufactured commodities may far better than the southern part of the world, because the southern part of the world is concentrated in the production of agricultural or peripheral commodities. So their income elastic demand is very less compared to the manufactured commodities. So in reality what happens is that those nations who come under the core or northern divisions produce manufacturing commodities who have higher income elastic demand will gain that those nations come under the periphery and who is producing peripheral commodities and have income elastic demand is less than the low income elastic demand. So that is the reason why in reality the world nations differ in terms of getting benefits out of foreign trade. So this post-Keynesian theory is much more reliable in explaining the pattern of international trade and the distribution of gains out of this international trade, right? Okay. Now we may move on to the institutionalist theory, and this theory is also very simple, and their focus is upon trade, technological change and the resultant economic development. So institutionalists favor more for technological change, which is a catalyst for economic development and which is always lead the countries to produce more and trade with other partners and gain economic development. So first of all, the neoclassical trade theory is premised on fixed endowments and static efficiency gains through resource reallocation cannot explain rapid and varying technological changes in different countries at different time periods. അപ്പോൾ നിയോക്ലാസിക്കൽ ട്രേഡ് തിയറി ഒരു ഫിക്സഡ് എൻഡോവ്മെൻറ്റിലാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. അത് സ്റ്റാറ്റിക് എഫിഷ്യൻസി ഗെയിനാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വേരിയിങ് ആയിട്ടുള്ള ഒരു റാപ്പിഡ് ആയിട്ടുള്ള ടെക്നോളജി ചേഞ്ചസ്
എക്കോണമിയിൽ സംഭവിക്കുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസിന് കാരണമാകുന്നത് ഒരിക്കലും നിയോ ക്ലാസിക്കൽ ട്രേഡ് തിയറി അനുസരിച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം നിയോ ക്ലാസിക്കൽ ട്രേഡ് തിയറി എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ഫിക്സഡ് റിസോഴ്സ് എൻഡോമെൻറ്റിലാണ്. അതോടൊപ്പം തന്നെ സ്റ്റാറ്റിക് എഫിഷ്യൻസി ഗെയിൻസിലാണ്. ഒരു ഡൈനമിക് ഗെയിൻസിലോ അല്ലെങ്കിൽ ഒരു ഡൈനമിക് എക്കോണമി അല്ല നിയോ ക്ലാസിക്കൽ ട്രേഡ് തിയറി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തുണ്ടാകുന്ന വലിയ തോതിലുള്ള സാങ്കേതിക മികവോ സാങ്കേതിക പുരോഗതിയോ എങ്ങനെയാണ് ലോകരാജ്യങ്ങളെ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാക്കുന്നതെന്നൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ whatever suggestions the neoclassical trade theory provides is not useful for policy suggestions for countries to improve their technological development. The neoclassicals insist that given endowed resources, free trade alone has the potential for development and convergence between rich and poor countries. അപ്പോൾ നിയോ ക്ലാസിക്കൽസിൻ്റെ അഭിപ്രായത്തിൽ റിസോഴ്സ് എൻഡോമെൻറ്റ് ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഫ്രീ ട്രേഡ് മാത്രമേ റിച്ച് ആൻഡ് പുവർ കൺട്രീസ് തമ്മിലുള്ള കൺവേർജൻസിന് സാധ്യമാകൂ. അതുകൊണ്ട് ഫ്രീ ട്രേഡ് ലോകരാജ്യങ്ങൾ തമ്മിൽ നടത്തിയാൽ മാത്രമേ അവിടെ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കൺവേർജൻസിന് അവിടെ കാരണമാകുന്നുള്ളൂ എന്നുള്ളതാണ് ന്യൂ ക്ലാസിക്കൽസ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ institutionalists, however, have long understood that a country's resource endowment is formed out of its specific historical experience with economic development. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷനിസ്റ്റ് മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്: ഒരു രാജ്യത്തിൻ്റെ റിസോഴ്സ് എൻഡോമെൻറ്റ് ഫോം ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഹിസ്റ്റോറിക് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ടെക്നോളജി, ഡിമാൻഡ് കണ്ടീഷൻസ്, ഇന്നോവേറ്റീവ് എഫേർട്സ്, ഇതെല്ലാം ആ രാജ്യത്തിൻ്റെ പ്രൊഡക്റ്റീവ് റിസോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ചരിത്രപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ സാങ്കേതികവിദ്യയുടെ മികവ്, ഡിമാൻഡ് കണ്ടീഷൻസ്, ആ രാജ്യത്തിൻ്റെ ഇന്നോവേറ്റീവ് എഫേർട്സ് എല്ലാം ആ രാജ്യത്തിൻ്റെ റിസോഴ്സ് എൻഡോമെൻറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സോ ആഫ്റ്റർ ഓൾ ദ റിസോഴ്സസ് ആർ നോട്ട് തിങ്സ് ഓർ സ്റ്റഫ് ഓർ മെറ്റീരിയൽസ്, ദേ ആർ എ സെറ്റ് ഓഫ് കേപ്പബിലിറ്റീസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ റിസോഴ്സ് എൻഡോമെൻറ്റ് നിർണ്ണയിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള എക്സ്പീരിയൻസസ് ആണെന്ന് പറയുമ്പോൾ എന്താണ് ചരിത്രപരമായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ചരിത്ര പശ്ചാത്തലം എന്താണ്? ആ രാജ്യത്തിൻ്റെ ടെക്നോളജി, ഡിമാൻഡ് കണ്ടീഷൻസ്, ഇന്നോവേറ്റീവ് എഫേർട്സ് ഒക്കെയാണ്. അതെല്ലാം ഒരു മിയറായിട്ട് റിസോഴ്സസ് ആയിട്ടല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണക്കാക്കുന്നത്. ദേ ആർ സെറ്റ് ഓഫ് കേപ്പബിലിറ്റീസ്. അത് ലോകരാജ്യങ്ങളെ കേപ്പബിളാക്കുന്ന ഘടകങ്ങളാണ്. ദേ ആർ സെറ്റ് ഓഫ് കേപ്പബിലിറ്റീസ്. ഇപ്പോൾ ഗുണമേന്മയുള്ള ഒരു സാങ്കേതികവിദ്യ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ രാജ്യത്തിൻ്റെ കേപ്പബിലിറ്റിയാണ്. ഡിമാൻഡ് കണ്ടീഷൻസ് അനുകൂലമാണെന്ന് പറഞ്ഞാൽ അതൊരു കേപ്പബിലിറ്റിയാണ്. ഇന്നോവേറ്റീവ് എഫേർട്സ് അധികമായിട്ട് ലോകരാജ്യങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ കേപ്പബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം മിയറായിട്ടുള്ള റിസോഴ്സ് അല്ല, മിയറായിട്ടുള്ള മീൻസ് അല്ല, മിയറായിട്ടുള്ള റോ മെറ്റീരിയൽസ് അല്ല, ഇൻപുട്സ് അല്ല, മറിച്ച് ദേ ആർ എ സെറ്റ് ഓഫ് കേപ്പബിലിറ്റീസ്. അപ്പോൾ ഇങ്ങനെ ഒരു കേപ്പബിലിറ്റിയുടെ സെറ്റ് ഉണ്ടെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് അവിടെ റിസോഴ്സ് എൻഡോമെൻറ്റ് അനുസരിച്ച് കൊണ്ട് അധികമായിട്ട് ഉൽപ്പാദനം നടത്തുവാനും കച്ചവടം നടത്തുവാനും അതനുസരിച്ച് സാമ്പത്തിക വികസനത്തിലേക്ക് മൂവ് ചെയ്യാനും പറ്റൂ. നോക്കൂ, these capabilities are not fixed or given to a country. They are fostered and developed through historical processes. അത് ഓരോ വർഷം കഴിയുന്തോറും ഹിസ്റ്റോറിക്കൽ പ്രോസസ്സിലൂടെ കാലക്രമേണ അത് ഫോസ്റ്റർ ചെയ്ത് വരുന്ന മീൻസാണ്, ഫോസ്റ്റർ ചെയ്യുന്ന കേപ്പബിലിറ്റീസാണ്. ദേ ആർ നോട്ട് ഫിക്സ്ഡ് ഓർ ഗിവൺ ടു എ കൺട്രി. മോറോവർ, incremental and path dependent change are important components of the totality of technical change. These changes are endogenous to the economic system. അതുകൂടാതെ തന്നെ ഈ ഹിസ്റ്റോറിക്കൽ പ്രോസസ്സാണെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെയുള്ള കേപ്പബിലിറ്റീസ് അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻക്രിമെൻ്റൽ ആൻഡ് പാത്ത് ഡിപ്പെൻഡൻറ്റ് ചേഞ്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് ദ ടോട്ടാലിറ്റി ഓഫ് ടെക്നിക്കൽ ചേഞ്ച്. അപ്പോൾ വലിയ തോതിലുള്ളൊരു ചേഞ്ച് ഈ കേപ്പബിലിറ്റീസിൽ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ടെക്നിക്കൽ ചേഞ്ച്. ആ ടെക്നിക്കൽ ചേഞ്ച് യഥാർത്ഥത്തിൽ ഒരു എൻഡോജിനസ് ആണെന്ന് പറയുന്നത്.
അതായത് ആ ടെക്നിക്കൽ ചേഞ്ച് രാജ്യങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള സാങ്കേതിക പുരോഗതിക്കും വലിയ തോതിലുള്ള ഉൽപ്പാദനത്തിനും സാമ്പത്തിക വികസനത്തിനും കാരണമാകും. അതുകൊണ്ട് അത് എൻഡോജിനസ് ആണ്. Heterodox economists have a much better explanation for how countries trade and the effects of trade on development. അപ്പോൾ ഹെറ്ററോഡോക്സ് എക്കണോമിക്സ് സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ട്രേഡ് ചെയ്യുന്നത്, എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് ബെറ്റർ എക്സ്പ്ലനേഷൻ അവർ നൽകുന്നുണ്ട്. And it is not surprising to find that the growing market share of a nation is strongly positively correlated with faster productivity growth and increase in technological capability. So we know that there is a strong positive correlation between the productivity growth and technological capability. So whenever the nation could produce a productive technology, it will lead to increased productivity growth for the nation, and it will the nation will benefit out of this, that we know. And the post-Keynesian's dynamic comparative advantage model, that is following the Probert-Singer hypothesis, reveals that the North, that is the producers of manufactured goods, gains doubly from trade at the expense of South, who are producing primary goods, due to the evolution of the terms of trade. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് ട്രേഡ് തിയറി പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഡൈനാമിക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് മോഡലിലാണ്. എന്താണ് അതിൽ പൂർണ്ണമായിട്ടും പ്രബിർ-സിംഗർ ഹൈപ്പോത്തസിസ് ആണ് അവരെടുത്തിരിക്കുന്നത്. ഈ പ്രബിർ-സിംഗർ ഹൈപ്പോത്തസിസ് അനുസരിച്ച് ലോകരാജ്യങ്ങൾ തമ്മിൽ രണ്ടായി ഡിവൈഡ് ചെയ്തു എന്ന് നമ്മൾ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട്. നോർത്ത് ആൻഡ് സൗത്ത്. നോർത്ത് നേഷൻസ് പ്രൊഡ്യൂസ് മാനുഫാക്ചർഡ് ഗുഡ്സ് ആൻഡ് സൗത്ത് നേഷൻസ് പ്രൊഡ്യൂസ് പ്രൈമറി ഗുഡ്സ്, അല്ലേ? അതുകൊണ്ട് തന്നെ നോർത്തേൺ റീജിയൻസാണ് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഇരട്ടി ലാഭം അവിടെ കൊയ്യുന്നത്. ഇപ്പോൾ ടേംസ് ഓഫ് ട്രേഡ് നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ പ്രൈമറി കമ്മോഡിറ്റീസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ടേംസ് ഓഫ് ട്രേഡ് അൺഫേവറബിൾ ആവുകയും മാനുഫാക്ചർ കമ്മോഡിറ്റീസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ടേംസ് ഓഫ് ട്രേഡ് അനുകൂലമാവുകയും ചെയ്യും. The reason that primary goods tend to have unfavorable terms of trade is twofold. രണ്ട് റീസൺസ് ഉണ്ട്. അതായത് പ്രൈമറി കമ്മോഡിറ്റീസ് ഉൽപ്പാദിപ്പിക്കുന്ന ലോകരാജ്യങ്ങളുടെ ടേംസ് ഓഫ് ട്രേഡ് അൺഫേവറബിൾ ആകാനായിട്ടുള്ള രണ്ട് റീസൺസാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നത് പ്രബിർ-സിംഗർ തീസിസിൽ. വൺ ഈസ് ദ ഡിഫറൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് മാനുഫാക്ചർഡ് പ്രൊഡക്ട്സ് ആൻഡ് പ്രൈമറി ഗുഡ്സ്. മാനുഫാക്ചർഡ് കമ്മോഡിറ്റീസിൻ്റെയും പ്രൈമറി ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്മോഡിറ്റീസിൻ്റെയും മാർക്കറ്റ് സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസമുണ്ട്. മാനുഫാക്ചർ കമ്മോഡിറ്റീസ് ഉൽപ്പാദിപ്പിക്കുന്ന ലോകരാജ്യങ്ങളുടെ സ്ട്രക്ചറും മാർക്കറ്റ് സ്ട്രക്ചറും പ്രൈമറി കമ്മോഡിറ്റീസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ മാർക്കറ്റ് സ്ട്രക്ചറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അനുകൂല മാർക്കായിരിക്കും മാനുഫാക്ചർഡ് കമ്മോഡിറ്റീസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്കായിരിക്കും അനുകൂലമായിട്ട് വരിക. ദ അതർ ഫാക്ടർ ഈസ് ഡിഫറിങ് ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ്, which not only favors the manufacturing sector regarding the productivity growth, but also in terms of the future demand. That is, the primary goods have lower income and price elastic demand compared to manufactured goods. നോക്കൂ, അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ഡിഫറൻസിലുണ്ടാകുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടെക്നിക്കൽ പ്രോഗ്രസ് ആണ്. അത് തീർച്ചയായിട്ടും മാനുഫാക്ചറിങ് സെക്ടേഴ്സിനെയാണ് കൂടുതലും സഹായിക്കുക. ഇപ്പോൾ സാങ്കേതികവിദ്യയിലുണ്ടാകുന്ന മികവ് മാനുഫാക്ചറിങ് കമ്മോഡിറ്റീസിൻ്റെ ഉൽപ്പാദനത്തിന് കാരണമാകുകയും അവരുടെ പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യും. അത് മാത്രമല്ല ഫ്യൂച്ചർ ഡിമാൻഡ് നോക്കുകയാണെങ്കിലും മാനുഫാക്ചറിങ് കമ്മോഡിറ്റീസ് ഉൽപ്പാദന രാജ്യങ്ങൾക്കായിരിക്കും അവിടെ ട്രേഡ് ബെനിഫിറ്റ് ഉണ്ടാവുക, ടേംസ് ഓഫ് ട്രേഡ് ബെനിഫിറ്റ് ആവുക. എന്തുകൊണ്ടാണ്? കാരണം ഭാവിയിൽ ഇൻകം വർദ്ധിക്കുമ്പോൾ ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ് വളരെ കൂടുതലുള്ളത് മാനുഫാക്ചറിങ് കമ്മോഡിറ്റീസിനാണ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിനേക്കാളും. അതുകൊണ്ടും അതനുസരിച്ചും അവിടെ താരതമ്യം ചെയ്യുമ്പോൾ ടേംസ് ഓഫ് ട്രേഡ് അനുകൂലം മാനുഫാക്ചർഡ് കമ്മോഡിറ്റീസിനാകും എന്നുള്ളതാണ്. Thus, producers in developed countries or the center are able to maintain high prices and workers enjoying rising wages due to increase in productivity. While in developing countries or the periphery, firms face
declining prices as they compete with other primary producers, and workers encounter stagnant or declining wages as employment rises. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെവലപ്ഡ് കൺട്രീസിലെ പ്രൊഡ്യൂസേഴ്സ് അവിടെ അധികമായിട്ട് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ബെനിഫിറ്റ് നേടുകയും അതുവഴി അവർക്ക് ഹൈ പ്രൈസസ് ഇമ്പോസ് ചെയ്യാനും ചാർജ് ചെയ്യാനും വർക്കേഴ്സിന് അധികമായിട്ട് വേജസ് കൊടുക്കുവാനും അതനുസരിച്ച് പ്രൊഡക്ടിവിറ്റി കൂട്ടുവാനും ഒക്കെ സാധിക്കും. എന്നാൽ നേരെ മറിച്ച് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ അവസ്ഥ എന്താണ്? അവിടെ അന്താരാഷ്ട്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട് ടേംസ് ഓഫ് ട്രേഡ് അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പ്രൈസസ് ഡിക്ലൈൻ ചെയ്യും, പ്രൈമറി കമ്മോഡിറ്റീസിന് പ്രൈസ് ഡിക്ലൈൻ ചെയ്യും, വർക്കേഴ്സിന് അവിടെ വേജസ് കുറയും, അൺഎംപ്ലോയ്മെൻറ്റ് ഫേസ് ചെയ്യും. അതുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അവിടെ പരിതാപകരമായിരിക്കുന്നുള്ളതാണ്. Therefore, the terms of trade of developing countries deteriorate over long run, which undermines their development process. Right? And there are two important implications can be drawn from Probert-Singer hypothesis. First, the free trade does not yield equal benefits to trading countries. അപ്പോൾ ഒന്നാമത്തെ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രേഡ് മൂലം ലോകരാജ്യങ്ങൾക്ക് ഈക്വൽ ബെനിഫിറ്റ് കിട്ടുന്നേ ഇല്ല. ഇപ്പോൾ നിയോ ക്ലാസിക്കൽ ട്രേഡ് തിയറീസ് എല്ലാം പറയുന്നത് അതായിരുന്നു, ഫ്രീ ട്രേഡ് വഴി ലോകരാജ്യങ്ങൾക്ക് ഈക്വൽ ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതായിരുന്നു. എന്നാൽ ഇവിടെ പറയുന്നു ഫ്രീ ട്രേഡ് മൂലം ലോകരാജ്യങ്ങൾക്ക് ഒരു ഈക്വൽ ബെനിഫിറ്റ് കിട്ടുന്നേ ഇല്ല. റൈറ്റ്. പിന്നെ മറ്റൊന്ന്, Probert-Singer hypothesis shows that there is a large room for state interventions. Probert-Singer ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെയാണെങ്കിലും അതായത് ലോകരാജ്യങ്ങൾ തമ്മിൽ വലിയ തോതിലുള്ള ടേംസ് ഓഫ് ട്രേഡ് ഡിഫറൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും അവിടെ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻസുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. എന്താണ്? ഇപ്പോൾ പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻസ് മൂലം ലോകരാജ്യങ്ങൾക്ക് അവിടെ ഒരു പിടിച്ചിൽപ്പ് ഉള്ള സാധ്യതയുണ്ട്. എന്താണ്? സം പ്രൈസ് സ്റ്റെബിലൈസേഷൻ സ്കീംസ് ആർ നീഡഡ് ഫോർ പ്രൈമറി കമ്മോഡിറ്റി എക്സ്പോർട്ട്സ്. ചില പ്രൈസ് സ്റ്റെബിലൈസേഷൻ പോളിസീസ് ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് എക്സ്പോർട്ട് പ്രൈസ് ഉയർത്തി നിൽക്കാൻ സാധിക്കും. സം പ്രൈസ് സ്റ്റെബിലിറ്റി സ്കീംസ് അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി സ്കീംസ് ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസ് എടുക്കുകയാണെങ്കിൽ. മോർ ഇമ്പോർട്ടൻ്റ്ലി, developing countries should institute industrial policies to diversify their economies and become less dependent on primary commodity exports. മറ്റൊരു ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ് ഇൻ്റർവെൻഷനെ ചൂണ്ടിക്കാണിക്കുന്നത്, ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഗവൺമെൻറ്റ്സിന് ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ പോളിസി പ്രത്യേകിച്ചും അവരുടെ എക്കോണമി ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള തരത്തിൽ എടുക്കുകയാണെങ്കിൽ പ്രൈമറി കമ്മോഡിറ്റീസിലുണ്ടാകുന്ന അധികമായ ഡിപ്പെൻഡൻസി അവിടെ കുറയ്ക്കാൻ സാധിക്കും. ഇവിടെ ഡൈവേഴ്സിഫിക്കേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് പ്രൈമറി കമ്മോഡിറ്റീസ് മാത്രം ഉൽപ്പാദിപ്പിക്കാതെ മറ്റ് മാനുഫാക്ചർഡ് കമ്മോഡിറ്റീസ് കൂടിയും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ എക്കോണമി ശക്തിപ്പെടുത്തുക. ഈ പ്രൈമറി കമ്മോഡിറ്റീസ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണല്ലോ ഈ കമ്മോഡിറ്റീസ് മാത്രം അവിടെ എക്സ്പോർട്ട് ചെയ്ത് ഫോറിൻ എക്സ്ചേഞ്ച് നേടേണ്ടി വരുന്നത്. അവർ എക്കോണമിയെ പൂർണ്ണമായിട്ടും ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള ഒരു ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾക്ക് അവിടെ മെച്ചമുണ്ടാകും, പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസിന് മെച്ചമുണ്ടാകുന്നതാണ്. So all these are contrary to free trade policies that are derived from comparative advantage theory. അപ്പോൾ ഇതെല്ലാം ഫ്രീ ട്രേഡ് തിയറി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത് ഒരു കോൺട്രറി ആയിട്ട് നമുക്ക് തോന്നാം. കാരണം ഇതെല്ലാം സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ പോളിസീസ് ആണല്ലോ. ഫ്രീ ട്രേഡ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്നും മോചിതരായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ് യാതൊരു വിധത്തിലും ഇൻവോൾവ് ചെയ്യാത്ത ഒരു കൺസെപ്റ്റാണല്ലോ ഫ്രീ ട്രേഡ്. പക്ഷേ ഇവിടെ പ്രത്യേക സാഹചര്യത്തിൽ സ്റ്റേറ്റിനെ സംബന്ധിച്ച് അധികാരങ്ങൾ എടുക്കുകയാണെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ കാര്യത്തിൽ ടേംസ് ഓഫ് ട്രേഡ് അനുകൂലമാക്കാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഓൾദോ ടുഡേയ്സ് അഡ്വാൻസ്ഡ് കൺട്രീസ് deliberately used tariffs, subsidies and other protective policies as they developed and became competitive, they forcibly prescribed free trade policies for developing countries. മറ്റൊരു തമാശ എന്ന് പറയുന്നത്, ഇന്നത്തെ ലോകത്തിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള വികസിത രാജ്യങ്ങളെല്ലാം തന്നെയും ഇങ്ങനെയൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് വന്നത് പ്രൊട്ടക്റ്റീവായിട്ടുള്ള പോളിസീസ് എടുത്തുകൊണ്ട് തന്നെയാണ്. ടാരിഫാണെങ്കിലും സബ്സിഡീസ് ആണെങ്കിലും മറ്റ് പ്രൊട്ടക്റ്റീവ് പോളിസീസ് എല്ലാം അവരുടെ സമ്പദ് വ്യവസ്ഥയിൽ എടുത്തിട്ട് തന്നെയാണ് ഇത്രമാത്രം കോമ്പറ്റീറ്റീവ് ആയത്. പക്ഷേ ഇന്ന് അവരെന്താ പ്രേരിപ്പിക്കുന്നത്? വികസിത രാജ്യങ്ങളെ പക്ഷേ അവർ പ്രേരിപ്പിക്കുന്നത് ഫ്രീ ട്രേഡ് പോളിസിയിലേക്ക് വരാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണല്ലോ പല എഗ്രിമെൻറ്റ്സിലേക്കും
ഈ വികസിത രാജ്യങ്ങളുമായിട്ടൊക്കെ ഏർപ്പെടേണ്ടി വരുന്നത് അല്ലേ? അപ്പോൾ ഇന്നത്തെ തമാശ എന്ന് പറയുന്നത്, വികസിത രാജ്യങ്ങൾ എപ്രകാരമാണോ ഈ തരത്തിൽ കോമ്പറ്റീറ്റീവിലേക്ക് വന്നത്, അത് ആ തരത്തിൽ വികസിത രാജ്യങ്ങളെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വികസിത രാജ്യങ്ങളോട് ഫ്രീ ട്രേഡ് പോളിസി എടുക്കുവാനും വികസിത രാജ്യങ്ങൾ അവരുടെ എക്കോണമിയിൽ ഇങ്ങനെയുള്ള നയങ്ങൾ തുടരുകയും ചെയ്യുന്നുള്ളതാണ്. The countries that avoided wholesale liberal policies but follow highly selective trade policies have enjoyed successful development experiences. അപ്പോൾ these countries include Japan, South Korea, Taiwan and other Asian tigers. In contrast, countries that did pursue free trade, Chile, Mexico and Argentina, have suffered a great setbacks in industrial development and incurred prohibitive social cost. നോക്കൂ, അപ്പോൾ ലോകരാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ ലിബറൽ പോളിസീസ് പൂർണ്ണമായിട്ടും മാറ്റിവെച്ചുകൊണ്ട് സെലക്റ്റീവായിട്ടുള്ള ട്രേഡ് പോളിസീസ് എടുക്കുകയും അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൈവരിക്കുകയും ചെയ്ത രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ജപ്പാൻ ഉദാഹരണമാണ്, സൗത്ത് കൊറിയ, തായ്വാൻ, അതോടൊപ്പം തന്നെ മറ്റ് ഏഷ്യൻ ടൈഗേഴ്സ് എല്ലാം അത് ഉദാഹരണമാണ്. കാരണം അവർ ബോധപൂർവമായിട്ട് ഡെലിബറേറ്റായിട്ട് സെലക്റ്റീവായിട്ടുള്ള ട്രേഡ് പോളിസീസ് എടുക്കുകയും പ്രൊട്ടക്ഷനിസ്റ്റ് പോളിസീസ് എടുക്കുകയും അവരുടെ ലോകത്തെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നേരെ മറിച്ച് വളരെ ലിബറലായിട്ടുള്ള പോളിസീസ് എടുത്ത് അല്ലെങ്കിൽ ലിബറലായിട്ടുള്ള ഫ്രീ ട്രേഡ് പോളിസീസ് എടുത്ത് പരാജയപ്പെട്ട രാജ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചിലി ഈ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്, മെക്സിക്കോ, അർജൻറ്റീന. ആൻഡ് ദേ ഹാവ് സഫേർഡ് ഗ്രേറ്റ് സെറ്റ് ബാക്ക് ഇൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻഗേർഡ് പ്രൊഹിബിറ്റീവ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ തരത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂഷനിസ്റ്റ് ഇവിടെ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറിയെ കാണുന്നത്. ആസ് Burbridge states, it would seem that to gain ground, the less developed countries must somehow jump over the technological gap that separates them from the more developed countries and set up their own manufacturing sectors. ഇപ്പോൾ ഇവിടെ കൺക്ലൂഡിംഗ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇക്കണോമിക്സിൽ പറയുന്നത്, ഈ ടേംസ് ഓഫ് ട്രേഡിലുണ്ടാകുന്ന വ്യത്യാസം, അന്താരാഷ്ട്ര വ്യാപാരവും ടേംസ് ഓഫ് ട്രേഡുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മറികടക്കണമെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് ചെയ്യാവുന്ന ഒരു കാര്യം ടെക്നോളജിക്കൽ ഗ്യാപ്പ് മറികടക്കാൻ വേണ്ടി ഉള്ള ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ലെസ് ഡെവലപ്ഡ് കൺട്രീസ് മസ്റ്റ് സംഹൗ ജംപ് ഓവർ ടെക്നോളജിക്കൽ ഗ്യാപ്പ് ദാറ്റ് സെപ്പറേറ്റ്സ് ഫ്രം ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിലുള്ള ആ സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന അന്തരം ചാടി മറികടക്കണമെന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇൻ ഷോർട്ട്, ദ ഇൻസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് ഫോക്കസ് ഓൺ ദ ടെക്നോളജിക്കൽ ഡിറ്റർമിനേഷൻ ഓഫ് ട്രേഡ് patterns and dynamic impacts of trade on development lead them to propose industrial and protectionist trade policies to promote developmental friendly trade as opposed to free trade. നോക്കൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഫോക്കസ് ഓൺ ദ ടെക്നോളജിക്കൽ ഡിറ്റർമിനേഷൻ ഓഫ് ട്രേഡ് പാറ്റേൺസ് ആൻഡ് ഡൈനാമിക് ഇമ്പാക്ട്സ് ഓഫ് ട്രേഡ് ഓൺ ഡെവലപ്മെൻറ്റ് ലീഡ് ദം ടു പ്രപ്പോസ് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊട്ടക്ഷനിസ്റ്റ് ട്രേഡ് പോളിസീസ് ടു പ്രൊമോട്ട് ഡെവലപ്മെൻറ്റൽ ഫ്രണ്ട്ലി ട്രേഡ് ആസ് ഒപ്പോസ് ടു ഫ്രീ ട്രേഡ്. അപ്പോൾ ഫ്രീ ട്രേഡിന് പകരം ഇൻസ്റ്റിറ്റ്യൂഷനിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർഗ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുന്നത് എന്താണ്? ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് ട്രേഡ് പോളിസീസ്, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊട്ടക്ഷനിസ്റ്റ് ട്രേഡ് പോളിസീസ് എടുത്തുകൊണ്ട്, ഒരു ഫ്രീ ട്രേഡിന് പകരം പ്രൊട്ടക്ഷനിസ്റ്റ് ട്രേഡ് പോളിസീസ് എടുത്തുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും ഡെവലപ്പിംഗ് കൺട്രീസിന് ട്രേഡിൻ്റെ ഇമ്പാക്റ്റ് ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് ഇക്കണോമിക്സിൻ്റെ അഭിപ്രായത്തിൽ സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന അന്തരം മറികടക്കുകയും ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് ട്രേഡ് പോളിസീസ് ബോധപൂർവമായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും മാനുഫാക്ചറിംഗ് കമ്മ്യൂണിറ്റീസ് ഉൽപ്പാദിപ്പിക്കുന്ന വികസിത രാജ്യങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ട് ടേംസ് ഓഫ് ട്രേഡ് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി ഇൻസ്റ്റിറ്റ്യൂഷനിസ്റ്റ് ട്രേഡ് തിയറീസ്. അപ്പോൾ പോസ്റ്റ് കെയ്നീഷ്യൻ തിയറീസിൽ വളരെ പ്രാഗ്മാറ്റിക് അപ്രോച്ചാണ് ഈ രണ്ട് തിയറീസും, പോസ്റ്റ് കെയ്നീഷ്യൻസും അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലിസ്റ്റും എടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
താങ്ക് യു. നോട്ട്സ് റെഫർ ചെയ്യുക കേട്ടോ. താങ്ക് യു.